ഇന്ത്യയെ മാറ്റാൻ കഴിയുന്ന യുവജനങ്ങളുടെ വോട്ട്. ഒരു ചെറിയ കാഴ്ച നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കൂ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ദിനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോളിംഗ് ബൂത്തുകളുടെ മുന്നിൽ നീണ്ട വരികൾ. അവിടെ കർഷകരുണ്ട്, അധ്യാപകരുണ്ട്, തൊഴിലാളികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ആ വരിയിൽ ഒരിടത്ത് നിൽക്കുന്ന ഒരു യുവാവ്, വയസ്സ് വെറും 18. ജീവിതത്തിൽ ആദ്യമായി അവന്റെ കൈവശം ഒരു വലിയ ശക്തിയുണ്ട്. അത് പണമല്ല, പ്രശസ്തിയല്ല, രാഷ്ട്രീയ അധികാരവുമല്ല, ഒരു വിരൽ മാത്രം. ഒരു ബട്ടൺ അമർത്താൻ തയ്യാറായിരിക്കുന്ന ആ വിരൽ. ഒരു രാജ്യത്തിന്റെ ഭാവിയെ മാറ്റാൻ കഴിയുന്ന ആ വിരൽ. ഇതാണ് വോട്ടിന്റെ ശക്തി. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും യുവജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ജനസംഖ്യയിൽ ഏകദേശം 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരു നിമിഷം ഇത് ചിന്തിക്കൂ. ഇന്ത്യയിലെ യുവാക്കൾ ബോധവാന്മാരായി ഐക്യത്തോടെ വോട്ട് ചെയ്താൽ ഈ സമൂഹത്തെ മാറ്റാൻ അവർക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയും. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. വോട്ടുകൾ പലപ്പോഴും മതം, ജാതി, രാഷ്ട്രീയ ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ എന്നിവയുടെ സ്വാധീനത്തിൽ തീരുമാനിക്കപ്പെടുന്നു. വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന രാഷ്ട്രീയം സമൂഹത്തെ ദുർബലമാക്കുന്നു. കാരണം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു മതത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയ ആശയത്തിന്റെയോ മാത്രം സവിശേഷതയുള്ളവയല്ല. തൊഴിൽ രാഹിത്യത്തെക്കുറിച്ച് മതം ചോദിക്കില്ല. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ജാതി പരിശോധിക്കില്ല. വിദ്യാഭ്യാസക്കുറവിനെ ഒരു പ്രത്യയശാസ്ത്രവും പരിഹരിക്കില്ല. ഇവ എല്ലാവരുടെയും പ്രശ്നങ്ങളാണ്. അതിനാൽ പരിഹാരങ്ങളും എല്ലാവരിൽ നിന്നുമാണ് വരേണ്ടത്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് 100 ഉത്സാഹമുള്ള യുവാക്കളെ തരൂ, ഞാൻ ഇന്ത്യയെ മാറ്റും. ഇന്ന് നമുക്ക് 100 മാത്രമല്ല, ലക്ഷക്കണക്കിന് യുവാക്കളുണ്ട്. വോട്ട് ചെയ്യാനുള്ള ശക്തിയോടെയാണ് അവരായിരിക്കുന്നത്. ഓരോ യുവ വോട്ടരും വോട്ട് ചെയ്യുന്നതിന് മുൻപ് 4 ചോദ്യങ്ങൾ ചോദിക്കണം. ആരാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക? ആരാണ് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക? ആരാണ് അഴിമതിയെ ചെറുക്കുക? ആരാണ് അടുത്ത തലമുറയ്ക്ക് നല്ല ഭാവി സൃഷ്ടിക്കുക? ഈ ചോദ്യങ്ങൾ നിങ്ങളെ നയിച്ചാൽ രാഷ്ട്രീയ വ്യവസ്ഥ തന്നെ മാറിത്തുടങ്ങും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഭഗത് സിംഗ് പോലുള്ള യുവാക്കൾ ഒരു തലമുറയെ മുഴുവൻ പ്രചോദിപ്പിച്ചു. അവർ സ്വാതന്ത്ര്യത്തിനായി പോരാടി. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം വ്യത്യസ്തമാണ്. നാം ശക്തമായ ജനാധിപത്യത്തിനായി പ്രവർത്തിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി. ആർ. അംബേദ്കർ ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാമൂഹിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കില്ല. അഥവാ സമത്വം, നീതി, ഐക്യമില്ലാതെ ജനാധിപത്യം നിലനിൽക്കില്ല. ഈ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടത് യുവജനങ്ങളാണ്. നമ്മുടെ അവകാശവുമുണ്ട്, ഉത്തരവാദിത്വവുമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ വിവരങ്ങൾ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കുന്നു. പക്ഷേ തെറ്റായ വിവരങ്ങളും അതേ വേഗത്തിൽ വ്യാപിക്കുന്നു. ഒരു ഉത്തരവാദിത്തമുള്ള വോട്ടർ അന്ധമായി വിശ്വസിക്കില്ല. അവൻ ചോദിക്കും, പരിശോധിക്കും, പിന്നീട് മാത്രം തീരുമാനിക്കും. ഇതാണ് ശക്തമായ ജനാധിപത്യം. നിലനിൽക്കാനുള്ള ഏറ്റവും അടിസ്ഥാന ഘടകം ഇതാണ്. വിദ്വേഷത്തെ നിരസിക്കുന്ന യുവാക്കൾ, വിദ്യാഭ്യാസത്തിനും തൊഴിലും നവോത്ഥാനത്തിനും വേണ്ടി വോട്ട് ചെയ്യുന്ന യുവാക്കൾ, ഇവർ നിറഞ്ഞ, ഇങ്ങനെയുള്ള യുവജനങ്ങൾ നിറഞ്ഞ ഇന്ത്യ അതൊരു സ്വപ്നമല്ല, സാധ്യമാണ്. ആ ഭാവിയുടെ താക്കോൽ ആരുടെ കയ്യിൽ? യുവജനങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ വോട്ട് ഒരു യന്ത്രത്തിലെ ബട്ടൺ മാത്രമല്ല. അത് നിങ്ങളുടെ ശബ്ദമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ശക്തിയാണ്. മതത്തിനും പ്രത്യയശാസ്ത്രങ്ങൾക്കും അതീതമായി വോട്ട് ചെയ്യൂ. ഐക്യത്തിനും പുരോഗതിക്കായി വോട്ട് ചെയ്യൂ. ബോധവാന്മാരായ യുവജനങ്ങൾ ഉയർന്നാൽ അവർ സർക്കാരുകളെ മാത്രം മാറ്റുകയില്ല, അവർ ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റും. അത് ഉറപ്പാണ്.